ഖിയാമത്ത് നാളിൽ താങ്കളുടെ പിതാവായ ആദം നബിയുടെയും വസീലയല്ലേ എന്ന് പറയുന്ന ഭാഗത്ത് പേരോടൊരു ചെറിയ കൃത്രിമം മനസ്സിലാവൂല കേട്ടോ, ശരിക്കും മനസ്സിലാവില്ല കേട്ടോളി, കൃത്രിമം പറഞ്ഞിട്ടുള്ളൂ. ഖിയാമത്ത് നാളിൽ എന്നാ ശരിക്കും അർത്ഥം. ഖിയാമത്ത് നാളിൽ ആദം നബിയുടെ വസീലയാണ് എന്ന് പറയേണ്ട അടുത്ത് മൂപ്പര് പറയാം ഖിയാമത്ത് നാളിലും, ഖിയാമത്ത് നാളിലും. അപ്പൊ ഇവിടെ നിന്ന് വരുത്തി തീർക്കാൻ, ഖിയാമത്ത് നാളിൽ മാത്രമല്ല ഇവിടെയും വരുത്തി തീർക്കാൻ ഖിയാമത്ത് നാളിലും. ആ ലും എന്ന് പറയേണ്ടീന് ലും എന്ന് പറയണ കേട്ടോളി. ചില്ലറ കാര്യമല്ലൊന്നും, തട്ടിപ്പന. وهو وسيلتك ووسيلة أبيك آدم عليه السلام إلى الله تعالى يوم القيامة. قيام നാളിലും നിങ്ങളെ വാപ്പാദൻ നബിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂൽ വസീലയല്ലേ. കണ്ടോ, ഖിയാമത്ത് നാളിലും എന്നാ പറയുന്നത്. ശരിയല്ല, നിങ്ങൾ അവിടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലും അതുപോലെ തന്നെ ഇമാമിങ്ങളുടെ പേരിലും എല്ലാം ശുദ്ധ കളവുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വിശദീകരിക്കുമ്പോ മുസ്ലിയാർ ഒരു കാര്യം ചോദിക്കും, എന്താ ചോദിക്കാന്നറിയോ? ഇതൊക്കെ പറയും മുസ്ലിയാർ ചോദിക്കും, കണ്ടോ മഹാന്മാരായ ഇമാമിങ്ങളെ കിതാബിലുള്ളതൊക്കെ നുണയാണല്ലേ, അവരൊക്കെ കുഫ്ർ പ്രചരിപ്പിച്ചവരാണല്ലേ, ശിർക്ക് പ്രചരിപ്പിച്ചവരാണല്ലേ എന്ന് ചോദിക്കാം. അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുമുണ്ട്. ഈ ഇമാമിങ്ങളൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ, കുഫ്ർ പ്രചരിപ്പിച്ചവരാണോ? ഈ ഇമാമിങ്ങളെല്ലാം മുശ്രിക്കീങ്ങളാണോ? ഈ ഇമാമിങ്ങളെല്ലാം കാഫിരീങ്ങളാണോ? എന്നാൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പരമ്പരയിലുള്ള നേതാക്കന്മാരുടെ കിതാബുകളിൽ പോലും നിങ്ങൾ അംഗീകരിക്കാത്ത കെട്ടുകഥകളില്ലേ? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശൈഖ് ജീലാനി പറഞ്ഞത് മുഴുവനെങ്കിലും നിങ്ങൾക്ക് സ്വീകാര്യമാണോ? ചോദിക്കട്ടെ, ഗസാലി ഇമാം യഹ്യയിൽ കള്ള ഹദീസ് പറഞ്ഞു പ്രചരിപ്പിച്ചയാളാണോ? ശൈഖ് ജീലാനി ഗുന്യ എന്ന കിതാബിൽ കള്ള ഹദീസുകൾ ഉദ്ധരിച്ചയാളാണോ? അത് പ്രചരിപ്പിക്കുന്നയാളാണോ? ചോദിക്കുന്നത് വെറുതെയല്ല. അവരുടെയൊക്കെ കിതാബുകളിൽ എത്രയോ ഇല്ലാത്ത ഹദീസുകൾ അവർ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം കേട്ടോ, പേരോട് ശരിക്കും മറുപടി പറയേണ്ടതുണ്ട്. ഗസാലി ഇമാമിനെ ഞങ്ങളാണോ തള്ളുന്നത്? നിങ്ങൾ തള്ളിയിട്ടില്ലേ? ഗസാലി ഇമാമിന്റെ വാചകങ്ങൾ നിങ്ങൾ സ്വീകരിക്കാറുണ്ടോ? കാരണം ഗസാലി ഇമാമിന്റെ കിതാബ് നിങ്ങൾ വലിയ പുകഴ്ത്തി പറഞ്ഞില്ലേ, യഹ്യാ ഉലൂമുദ്ദീൻ. ആ യഹ്യാ എന്ന കിതാബിനെ പറ്റി നിങ്ങൾ എന്താ മദ്ഹ് പറഞ്ഞത് കേട്ടോളൂ. യഹ്യാ എന്ന കിതാബിനെ പറ്റി എന്താ നിങ്ങൾ പറഞ്ഞത്? ലോകത്തുള്ള മുഴുവൻ ആളുകളെയും തട്ടി വിളിക്കാൻ, എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഇമാം ഗസാലി എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീൻ. ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും തട്ടി വിളിക്കാൻ, എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഇമാം ഗസാലി എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീൻ. പേരോട് പറഞ്ഞതെന്താ? ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും തട്ടി വിളിക്കാൻ, എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീൻ. അപ്പൊ നിങ്ങൾക്കിനി സംശയമില്ലല്ലോ, യഹ്യ സത്യസന്ധമാണെന്നല്ലേ അർത്ഥം? സന്മാർഗത്തിലേക്ക് നയിക്കുന്ന കിതാബാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ ധ്വനി? ചോദിക്കട്ടെ, ആ പറഞ്ഞ യഹ്യ അതിലുള്ളത് മുഴുവൻ നിങ്ങൾ സ്വീകരിക്കുമോ? പേരോടിന് നല്ല ഓർമ്മ വേണം. നിങ്ങൾ സമ്മതിക്കുമോ? പറയോ? ആ യഹ്യയിൽ തന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലാത്ത വാചകങ്ങൾ റസൂലുള്ള പറഞ്ഞു എന്ന് ഗസാലി ഇമാമിന്റെ യഹ്യയിലില്ലേ? അത് നിങ്ങൾ സ്വീകരിക്കുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം യഹ്യയിൽ അങ്ങനെയില്ല എന്ന്. നിങ്ങൾ പറഞ്ഞതെന്താണ്? ആ യഹ്യയിൽ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വീകരിക്കാൻ പറ്റാത്തതില്ലേ? ബറാഅത്ത് രാവെന്ന് പറയുന്നവര് രാവിൽ 100 റക്അത്ത് നിസ്കാരമുണ്ടെന്ന്, അത് പുണ്യകർമ്മമാണെന്ന് ആ യഹ്യയിൽ വന്നിട്ടില്ലേ? അത് സ്വീകരിക്കാൻ കൊള്ളുമോ? പേരോട് മറുപടി പറയണം.